വെൽക്കം ടു VA2 വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ സെൽവപ്രസാദ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നത് ഒരു പുസ്തകമാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇത്തിരി ഒത്തിരി എന്ന പുസ്തകം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. കാര്യം കുട്ടികൾക്ക് വേണ്ടി ഉള്ള പുസ്തകമാണ്. ഇതിൽ തന്നെ പറയാൻ കുടിൽ തൊട്ട് കൊട്ടാരം വരെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തമ ബാലഗ്രന്ഥമാണ് ഈ പുസ്തകം. കുഞ്ഞുണ്ണി മാഷാണ് പ്രധാനമായി ഇതിന്റെ രചനകൾ നടത്തിയിട്ടുള്ളത്. കൂടുതലും കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ഇതിൽ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കവിതകളാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണെന്നറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ചെറിയ ആശയമാണ്, കവിത വരികളാണെങ്കിലും നല്ല വലിയ ആശയം അതിലുണ്ടാവും. അതിൽ ചില ഉദാഹരണങ്ങൾ തന്നെ ഞാൻ പറയാം. ഈ പുസ്തകത്തിൽ ആദ്യം തന്നെ നമുക്ക് ഒരുപാട് കാര്യം ഉണ്ട്. ഞാൻ അതിന്റെ സമാഹാരം എനിക്ക് പറയാം. ഇത് കടങ്കഥയെ പറ്റി ഒരുപാട് കടങ്കഥകൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. കുട്ടികൾക്ക് നമുക്ക് ഇപ്പൊ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പൊ എല്ലാം കടങ്കഥ അറിവൊക്കെ വളരെ കുറവാണെന്ന് മനസ്സിലാക്കും. അത്തരം കുട്ടികളെ പുസ്തകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കടങ്കഥ കൗതുകം എന്നുണ്ട്. ഒറ്റനവധി കടങ്കഥകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ടാം ഭാഗത്തെ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളെ പറ്റി ഈ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുക്കുറൽ മണികൾ എന്നുണ്ട്. നമ്മൾ തമിഴ് ഗ്രന്ഥമായിട്ട് തിരുക്കുറലിന്റെ കുറെ കൃതികൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് നാലാം ഭാഗത്തായിട്ട് ഇതിൽ ഫലിത കഥകൾ എഴുതിയിട്ടുണ്ട്. സ്കോട്ട്ലാൻഡ് ഫലിതങ്ങളുണ്ട്, പത്ര ലോകത്തിന്റെ ഫലിതങ്ങളുണ്ട്, റഷ്യൻ ഫലിതങ്ങളുണ്ട്, മലയാളി ഫലിതങ്ങളുണ്ട്. അങ്ങനെ ഒട്ടേറെ ഫലിത കഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സർദാർജി ഫലിതങ്ങൾ, പല വക ഫലിതങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അഞ്ചാം ഭാഗത്ത് കടങ്കഥ സാഗരം. കടങ്കഥകളും നമുക്കറിയാം. കടങ്കഥകളും അത്യാവശ്യമാണ്. ഇന്ന് കുട്ടികൾ പണ്ട് മുത്തശ്ശിമാരൊക്കെ കടങ്കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോകുന്നു. പക്ഷെ അവർക്ക് അതിനൊക്കെ വേണ്ടി കടങ്കഥകൾ ഇതിൽ കിടപ്പുണ്ട്. കടങ്കഥയെ പറ്റിയുണ്ട്. ആ കടങ്കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. നല്ല രസമായ കടങ്കഥകളുണ്ട്. പിന്നെ നാടൻ പാട്ടുകളുണ്ട്. ആറാം ഭാഗത്ത് നാടൻ പാട്ടുകളെ പറ്റിയാണ് ഉള്ളത്. ചെറിയ നാടൻ പാട്ടുകൾ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നാടൻ പാട്ടുകളൊക്കെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ നല്ലൊരു പ്രാസംഗികനാകാം എന്ന് ഏഴാം ഭാഗത്ത് എങ്ങനെ നല്ലൊരു പ്രാസംഗികനാകാം, അപ്പൊ എങ്ങനെ പ്രസംഗിക്കേണ്ട അതിൻ്റെ കാര്യങ്ങളെ പറ്റിയെല്ലാം വിശദമായിട്ട് പോയിട്ടുണ്ട്. കാര്യം കുട്ടികൾക്ക് ഇന്ന് പ്രസംഗ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. പിന്നെ പഴമൊഴികൾ, എട്ടാം ഭാഗത്ത് പഴമൊഴികൾ, പഴമൊഴികൾ എങ്ങനെയൊക്കെ ചൊല്ലണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ളതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ വിജ്ഞാന കൗതുകം എന്നത് ഒമ്പതാം എന്നുള്ള ഭാഗമാണ് ഒമ്പതാം ഭാഗത്ത്. അതിന് ഒരുപാട് ഒറ്റനവധി ഉണ്ട് വിജ്ഞാന കൗതുകങ്ങളെ പറ്റി ഓരോരോ. പിന്നെ പത്താം ഭാഗത്ത് കണക്കിലെ കളികൾ. ഞാനിപ്പോ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 കടങ്കഥയല്ല, ഇത് കുഞ്ഞുണ്ണി കവിതകൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കാം. അമ്മയെ പറ്റി ഒരു വളരെ നല്ല ഒരു കവിത, ചെറിയ കവിത. 10 മാസം ചുവന്ന് പെറ്റതമ്മ, അമ്മിഞ്ഞ തന്നു വളർത്തൊരമ്മ, താരാട്ടു പാടി ഉറക്കിയമ്മ, ഭാരതൻ നമ്മുടെ ദൈവമമ്മ. അമ്മയെ നമ്മൾ വണങ്ങിയിടണം, അമ്മതൻ ആജ്ഞകൾ കേൾക്ക വേണം, പെറ്റമ്മ സ്ഥാനം അലങ്കരിക്കാൻ പോറ്റമ്മയ്ക്കാകില്ല ഓർമ്മ വേണം. അങ്ങനെ അമ്മയെ പറ്റി വളരെ നല്ല ഒരു കവിത കുഞ്ഞുണ്ണി മാഷിന്റെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കവിതകളാണ് ഇതിലൊക്കെ ഉള്ളത്. അതുപോലെ നമിക്കണം എന്നുള്ളത് ജാതിക്കെതിരായിട്ടും, അത് മാതൃഭാഷയെ പറ്റി. മലയാളമാണ് എൻ്റെ മാതൃഭാഷ, ഞാൻ ഏറെ സ്നേഹിക്കുന്നൊരു ഭാഷ, ഭാഷകൾ ഏതൊക്കെ ശീലിച്ചാലും മറക്കില്ല ഞാൻ എൻ്റെ മാതൃഭാഷ. അങ്ങനെ മാതൃഭാഷയെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും, വളരെ കേരളത്തെ പറ്റിയും എല്ലാം ഒരുപാട് കവിതകളുണ്ട്. ഉത്തമ ഉപദേശം, കൂട്ടുകാരെ പറ്റിയും, നല്ലൊരു നാളെ പറ്റി, വിഷുവിനെ പറ്റിയും, അങ്ങനെ ഒരുപാട് കവിതകൾ ഇതിലുണ്ട്. കൃഷിയെ പറ്റിയുണ്ട്. കിള കിളച്ചു കൃഷി ചെയ്തു, കള പറിച്ചു വളമിട്ടു, ചെടി വളർന്നു ഫലം കായ്ച്ചു, അത് പറിച്ചു ഞാൻ വിറ്റു. എത്ര മനോഹരമായ കവിതകളാണ്. അദ്ദേഹം ചെറിയ 4 വരികളുടെ ഒരുപാട് ആശയങ്ങൾ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കവിതകളൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം വായിച്ചിട്ടുള്ളത്. പിന്നെ ഫലിത കഥകളുണ്ട്, ഇത്തിരി ഉദ്ധരണികളുണ്ട്. അക്രമം. സിംഹം മനുഷ്യനോളം അക്രമിയല്ല, കാരണം അതിന് മതമോ രാഷ്ട്രീയമോ ജാതിയോ ഗ്രൂപ്പോ ഇല്ലല്ലോ.
ബർണാഷ, അങ്ങനെ ഓരോരുത്തർ പറഞ്ഞ മഹത് ഉദ്ധരണികളെ പറ്റി ഈ പുസ്തകത്തിലുണ്ട്. ഫലിത കഥകളുണ്ട്, സ്കോട്ട്ലാൻഡ് ഫലിതങ്ങളുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു കൃതിയാണ്. വിജ്ഞാനകോശം ആണ്. ഭൂമി അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഗ്രന്ഥം നല്ലൊരു ബാലഗ്രന്ഥമാണ്. ഇത്തിരി ഒത്തിരി. ഇതിന്റെ പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് ഇത്തിരി അഡോൺ കമ്മ്യൂണിക്കേഷൻസിന്റെ ആണ്. സൺകോ പബ്ലിഷ് ഡിവിഷൻ തിരുവനന്തപുരത്തുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പുസ്തകം എല്ലാ സ്കൂൾ ലൈബ്രറികളിലും വീടുകളിലും ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. സൂക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഞാൻ വളരെ ആഗ്രഹിച്ചൊരു പുസ്തകമായിരുന്നു ഇത്. ഒരിക്കൽ എൻ്റെ കൈവശം വന്ന് അന്ന് പൈസ ഇല്ലാത്തത് വാങ്ങാൻ പറ്റും. പിന്നെ നമ്മളൊരു വായന പുസ്തകം നമ്മൾ ലൈബ്രറി കൗൺസിലിൻ്റെ പുസ്തകങ്ങൾ സെറ്റ് ചെയ്യാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് പുസ്തകം എടുക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പുസ്തകമാണ്. തീരെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പബ്ലിഷേഴ്സ് ഒതുങ്ങി കിടന്നെങ്കിലും അവിടെ നിന്ന് ഞാൻ കണ്ടുപിടിച്ചെടുത്ത ഒരു പുസ്തകമാണ്. എല്ലാവരും ഇത് വാങ്ങണം. ഇതിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇന്നത്തെ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ അയച്ച് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.